ശരി, അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ 11 മാസങ്ങൾക്കിപ്പുറം ഇങ്ങനെ ഒരു വിജിലൻസ് ശുപാർശ വന്നിട്ടുണ്ട് എന്ന വിവരം പുറത്തേക്ക് വിടുന്നത്? അത് തെരഞ്ഞെടുപ്പിന് ഇനി 2 മാസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ അതിന് തൊട്ടു പിന്നാലെ വൈകുന്നേരമാകുമ്പോഴേക്കും വിജിലൻസ് നൽകിയിരിക്കുന്ന മറ്റൊരു റിപ്പോർട്ട് കൂടി പുറത്തു വരികയാണ്. അപ്പോൾ ഇത് ആരുടെ ബുദ്ധിയിൽ, ആരുടെ തലയിൽ ഉദിച്ച ബുദ്ധിയാണ് എന്നൊരു ചോദ്യം വരികയാണ്. നന്നായി ഇങ്ങനെ തന്നെ പോകട്ടെ എന്ന് പ്രതിപക്ഷ നേതാവ് പരിഹസിക്കുകയാണ്. പരിഹാസ്യമാകുന്നുണ്ടോ ഈ സംവിധാനം, ഈ രീതികൾ? സ്മൃതി, നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കുക എന്നുള്ളത്. അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ എനിക്ക് വലിയ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള കോൺഗ്രസിനോടും UDF-നോടും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ VD സതീഷിനോടും ഒക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുള്ളത് കൊണ്ട് ഇന്നലെ വരെ പറഞ്ഞത്, ഇന്നലെ വരെ ഛർദ്ദിച്ചുകൊണ്ടിരുന്നത് വാരിക്കടിക്കുന്ന ഒരു പരിപാടിയായി ഇപ്പോൾ ഈ CBI അന്വേഷണത്തിന് ശുപാർശ. ഇടതുപക്ഷത്തിൻ്റെ CBI അന്വേഷണത്തെ സംബന്ധിച്ച് സുനിശ്ചിതമായൊരു നിലപാട് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ആ നിലപാടിന് ഘടകവിരുദ്ധമായി CBI അന്വേഷണം, ഇപ്പോൾ നിലവിൽ CBI അന്വേഷണത്തിൻ്റെ ശുപാർശയില്ല, വിജിലൻസിൻ്റെ ഒരു ശുപാർശ സർക്കാരിലേക്ക് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ CBI അന്വേഷണത്തിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. അപ്പോൾ CBI അന്വേഷണത്തെക്കുറിച്ച് ഇടതുപക്ഷത്തിനും CPI-നും ഒരു പ്രസ്തുത നിലപാട് ഉണ്ട് എന്നിരിക്കെ അതിന് ഘടകവിരുദ്ധമായിട്ടൊരു നിലപാട് സ്വീകരിക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയമായി അതൊരു ഇരട്ടത്താപ്പായി തന്നെയാണ് കാണേണ്ടത്. അത് പ്രതിപക്ഷ നേതാവിനെതിരെയാണെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികൾക്കെതിരെയാണെങ്കിലും അത് അങ്ങനെ തന്നെ കാണണം എന്ന് അഭിപ്രായമുള്ള ഒരാളാണ്. കാരണം CBI അന്വേഷണത്തെക്കുറിച്ച്, CBI-യെക്കുറിച്ച് കൂട്ടിലടയ്ക്കപ്പെട്ട തത്തയെന്ന നാഴികയ്ക്ക് 40 വട്ടം പറയുകയും കൂട്ടിലടയ്ക്കപ്പെട്ട തത്ത കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് അവരുടെ ഇംഗിതങ്ങൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു അന്വേഷണ ഏജൻസിയാണെന്നും അന്വേഷണം നടത്തിയിട്ടുള്ള കേസുകളുടെ അന്വേഷണത്തിൻ്റെ കൺവിക്ഷൻ റേറ്റിന് അടക്കം കണക്കുകൾ പറഞ്ഞുകൊണ്ട് പ്രതിരോധിക്കുകയായിരുന്നു ഇന്നലെ വരെ. ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കള്ളയെ സംബന്ധിച്ച് CBI അന്വേഷണം വേണോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിനും സർക്കാരിനും ഒരു നിലപാടുണ്ടല്ലോ. ആ നിലപാട് CBI അന്വേഷണം വേണ്ട എന്നുള്ളത് തന്നെയാണ്. എന്തുകൊണ്ട് ഇപ്പോൾ CBI അന്വേഷണം വരുന്നു എന്ന് ചോദിക്കുന്നത്? 11 മാസം മുമ്പാണ് ഇത്തരത്തിലൊരു ശുപാർശ വന്നിട്ടുള്ളത്. അത് അവിടെ സർക്കാരിൻ്റെ മുന്നിൽ പൊടി തട്ടി കിടക്കുകയായിരുന്നു. അതിപ്പോൾ പുറത്തു വരുന്നത് രാഷ്ട്രീയ ദുരുദ്ദേശത്തിലാണെന്ന് ആര് സംശയിച്ചാലും ആ സംശയിക്കുന്ന ആളുകളിൽ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള അങ്ങ് സർക്കാരിന്റെ നിലപാടിനെ തള്ളിക്കളയാണെന്ന് പറയുമ്പോൾ ഇത് നടാടെ സംഭവിക്കുന്നതല്ലോ. ഇത് നേരത്തെ ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ നടന്ന അതേ രീതിയാണല്ലോ. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് CBI അന്വേഷണം പരാതിക്കാരി ആവശ്യപ്പെടുന്നു, പെട്ടെന്ന് CBI-ക്ക് വിടുന്നു. ഞങ്ങളുടെ ആലോചനയല്ല, ഞങ്ങൾ പറഞ്ഞതല്ല, പരാതിക്കാരി പറഞ്ഞതുകൊണ്ട് ഇതാ ഞങ്ങൾ CBI-ക്ക് വിടുന്നു. ഇതായിരുന്നല്ലോ പറഞ്ഞിരുന്നത്. ഇതിപ്പോ വിജിലൻസിന്റെ ശുപാർശയായി വരുന്നു, അത് പുറത്തേക്ക് വിടുന്നു. അപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ മേൽ ഒരു കളങ്കം ചാർത്തുക, ഈ സമയത്ത് അതൊന്നുകൂടി ഓർമ്മിപ്പിക്കുക എന്ന ഉദ്ദേശത്തിലായിരിക്കുമോ? അല്ല സ്മൃതി, ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം. പണ്ട് ലാവ്ലിൻ കേസിൽ CBI അന്വേഷണം ഇതുപോലെ തന്നെയായിരുന്നു. വിജിലൻസ് അന്വേഷണം പരാജയപ്പെടുകയും വിജിലൻസിൽ യാതൊരു തരത്തിലുള്ള അഴിമതിയും ആവാതെ വരികയും ചെയ്യുന്ന ഘട്ടത്തിലാണ് അന്ന് ലാവ്ലിൻ കേസിൽ ഇതുപോലൊരു തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ്, നോട്ടിഫിക്കേഷന് തൊട്ടു മുമ്പാണ് അന്ന് ലാവ്ലിൻ കേസ് CBI അന്വേഷണത്തിന്. അല്ല, ലാവ്ലിൻ കേസിൽ മുൻ വിജിലൻസ് ഡയറക്ടർ ഉപേന്ദ്ര വർമ്മ 2005 തൃശൂർ വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് നൽകുന്നു. അത് സർക്കാർ അറിയാതെയാണ് ആ റിപ്പോർട്ട് സമർപ്പിച്ചത്. അതിൽ ഉദ്യോഗസ്ഥരെ മാത്രം പ്രതി ചേർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊരു കേസുണ്ട്, അതിൽ FIR ഉണ്ട്. അത് CBI-ക്ക് പിന്നീട് കൈമാറുന്നത് ക്യാബിനറ്റിൽ ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി തീരുമാനിക്കുകയാണ്. അന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി തീരുമാനിക്കുകയാണ്. അത് ശരിയാണ്. പക്ഷെ അതൊരു കേസുണ്ട്. ഇത് കേസില്ലെന്നേ, ഞങ്ങൾ അന്വേഷിച്ചിട്ട് കേസില്ല എന്ന് പറയുന്ന കാര്യമാണ് CBI-ക്ക് വരുന്നത്. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ഡൽഹി പോലീസ് സ്പെഷ്യൽ ആക്ട് പ്രകാരം ഒരു പരാതി മതി സർക്കാരിന് മുന്നിൽ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യാൻ. 2 പേർക്ക് മാത്രമേ CBI അന്വേഷണം ശുപാർശ ചെയ്യാനുള്ള അധികാരമുള്ളൂ. ഒന്ന് സർക്കാരിനും മറ്റൊന്ന് ഹൈക്കോടതികൾക്കുമാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിൽ നിയമപരമായ അങ്ങനൊരു സാഹചര്യമുള്ളപ്പോൾ ഇനി FIR ഉള്ളത് കൊണ്ട് ലാവ്ലിൻ കേസ് അയച്ചു കളഞ്ഞു എന്ന് അങ്ങനെ അങ്ങ് കരുതി പോകാൻ കഴിയുമോ? 2 തവണ ഡിസ്ചാർജ് ചെയ്ത കേസാണ്. ഒരു തവണ ട്രയൽ കോടതിയും അതിനുശേഷം ഹൈക്കോടതിയും ഡിസ്ചാർജ് ചെയ്ത കേസിലാണ് ഇപ്പോൾ സുപ്രീം കോടതി മുമ്പാകെ നിൽക്കുന്നത്. അപ്പോൾ അതൊരു രാഷ്ട്രീയ നേതാവിനെ വേട്ടയാടുന്നതിനു വേണ്ടി അത്തരത്തിൽ ലാവ്ലിൻ കേസ് ചെയ്തു എന്നതുകൊണ്ട് മറ്റുള്ളവരെ വേട്ടയാടുന്നതിനു വേണ്ടി, എതിർ രാഷ്ട്രീയ ചേരിയിലുള്ളവരെ വേട്ടയാടുന്നതിനു വേണ്ടി CBI കേസ് എടുക്കുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നയമല്ല. CBI സംബന്ധിച്ച് ഇടതുപക്ഷത്തിനും CPI-നും
ഒരു വിഖ്യാത നിലപാടുണ്ട്. ആ നിലപാടിൽ നിന്ന് മാറരുത് എന്നുള്ളതാണ് എന്റെ പ്രശ്നം. ശരി, ഇതിൽ പുനർജനിയുമായി ബന്ധപ്പെട്ട് 209 വീടുകളെ സംബന്ധിച്ച് നിർമ്മാണ പ്രവർത്തനം നടത്തിയെന്നും 16 വീടുകൾ ഒരു ഫ്ളാറ്റുകളുടെ സമുച്ചയത്തെ സംബന്ധിച്ച് തറക്കല്ല് മാത്രമേ ഇട്ടിട്ടുള്ളൂ അടക്കമുള്ള ആക്ഷേപങ്ങളുണ്ട്. ആ ആക്ഷേപങ്ങളെ സംബന്ധിച്ച് അന്വേഷിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിന്റെ ഏതെങ്കിലും തരത്തിൽ വയലേഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ FCNR അക്കൗണ്ട് ഇല്ലാതെയാണ് ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻസ് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിദാനമായ ഏതെങ്കിലും സാഹചര്യം ശ്രീ VD സതീശൻ ചെയ്തിട്ടുള്ള അദ്ദേഹം കുറ്റക്കാരൻ തന്നെയാണ്. പക്ഷെ അത് അന്വേഷിക്കുക എന്ന് പറയുന്നത് ഇത്തരമൊരു പരാതി ആദ്യം ലഭിക്കുന്ന ഘട്ടത്തിൽ ആ പരാതി ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിന്റെ പരിധിയിൽ വരുന്നതാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അനുമതിയില്ലാതെ FCNR അക്കൗണ്ട് ഇല്ലാത്ത ഒരു ട്രസ്റ്റ് പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിശ്ചയമായും അതിന്റെ അന്വേഷണ പരിധി കേന്ദ്ര സർക്കാരിനാണ്. കേന്ദ്ര ഏജൻസികൾക്ക് മാത്രമേ അന്വേഷിക്കാൻ കഴിയൂ. അവർക്ക് ലൈസൻസ് ഉണ്ട് എന്ന് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. അല്ല ഈ ഘട്ടത്തിൽ അത് ഇപ്പോഴാണല്ലോ തെളിഞ്ഞത്. അപ്പോൾ ഇപ്പോൾ അത് ശുപാർശ ചെയ്യുന്നതിന് മുമ്പ് ഈ ഫോറിൻ കറൻസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഒഫൻസ് ആണെന്ന് പരാതി ലഭിക്കുന്ന മുറയ്ക്ക് തന്നെ ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബോധ്യപ്പെടുകയും അപ്പോൾ തന്നെ ഈ പരാതി ഹാൻഡ് ഓവർ ചെയ്യാണ്ടിരുന്നു വേണ്ടിയിരുന്നത്. അതാണ് അതിന്റെ ഒരു സാങ്കേതികത്വം എന്ന് പറയുന്നത്. ഒരു തരത്തിലും ഈ ഘട്ടത്തിൽ ഇത് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. ആ പരിശോധിച്ചതിൽ നിന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുന്ന മനോജ് എബ്രഹാമിന്റെ റിപ്പോർട്ട്, അതിന്റെ വിവരങ്ങളാണല്ലോ പുറത്തു വന്നേ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.